അവന്റെ പഴയ ജനിച്ചപ്പം മുതലുള്ള കുൽക്കട്ടൊക്കെ ഉണ്ടാവില്ലേ. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. ഉപ്പാപ്പ ഞങ്ങൾ പല വീഡിയോയിലും കണ്ടതായിരിക്കും. നാട്ടിലെത്തിയപ്പോൾ ഒരു പഴയൊരു അപായ കിട്ടി, അതെടുത്തിട്ടുള്ളത്. നല്ല ചൂടാട്ടോ, മഴയൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ചൂടുണ്ട് ഇവിടെ നാട്ടിൽ. ഇവിടെ ഹെൽത്തിൽ ഉമ്മാനെയും കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നോട്ട് ഓട്ടോക്കൂലി ലാഭമായി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വന്നിട്ട് ആകെ എല്ലാവരും ഭയങ്കര സർപ്രൈസായി. ഞാൻ വരുന്നതൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ ഡിസംബറിൽ ഉമ്മ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഇനി വരൂലേ. അപ്പോൾ ഞാൻ ഡിസംബറിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വണ്ടി കണ്ടിട്ട് പോലും, ഈ വണ്ടി എന്ന് വെച്ചാൽ ഹരിഫിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോനെ കൊണ്ട് ഇത് എടുപ്പിച്ച്, ഞങ്ങൾ കണ്ടിരുന്നില്ലേ ആളെ, അപ്പോൾ അവനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ എടുപ്പിച്ചു. എന്നിട്ട് കുറച്ച് ദിവസം അവൻ്റെ വീട്ടിൽ വെച്ചു. എന്നിട്ട് അവന് ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിൽ വന്ന്, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നത്. എയർപോർട്ടിൽ വന്നിട്ട് എന്നെ കൂട്ടി, പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ എത്തി, വൈകുന്നേരം എത്തിയത്. അപ്പോൾ ഇവർ എവിടെയെങ്കിലും പോയി കളയാമല്ലോ ഞാൻ വരുന്ന സമയത്ത്. അപ്പോൾ പോയി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഓൺലൈൻ ഡെലിവറി വരുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം വരും, എവിടെയും പോകരുത് എന്ന് പറഞ്ഞാൽ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇന്നലെ ഇവിടെ ഹെൽത്തിലേക്ക് കാണിക്കാൻ വേണ്ടി വരേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ ഡെലിവറി വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എന്നെ കണ്ട് എല്ലാവരും ലിംഗസ്യായി, ഭയങ്കര സർപ്രൈസ്ഡായി. കുറേ കഴിഞ്ഞപ്പം പറഞ്ഞു ഡെലിവറി വന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ഡെലിവറി, വേറെ ഡെലിവറി ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടല്ല. അപ്പോൾ ഉപ്പാപ്പാനെ അവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റാത്തതുകൊണ്ട് ഉപ്പാപ്പാനെയും കൂട്ടി വന്നിട്ടുള്ളത്. പിന്നെ കാറ് ഇപ്പോൾ ഒരു 3 മാസം മുമ്പ് ഞാൻ ഓടിച്ചിരുന്നു, പക്ഷേ ഈ സൈഡിൽ ആരി ഇരുന്നിട്ടേ മാത്രമേ ഞാൻ ഓടിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഒറ്റക്കായതുകൊണ്ട് ഒരു ചെറിയൊരു സീറ്റ് സെറ്റാവായികയും സൈഡ് പിന്നെ മാറിയാണ് ഓടിക്കുന്നത്. അപ്പോൾ ആരി ഉണ്ടാകുമ്പോൾ ആരി പിന്നെ ശരിയാക്കി തരുമല്ലോ. ഇതിപ്പോൾ ഞാൻ റോങ് സൈഡിലേക്ക് ഇടക്ക് വണ്ടി ഓടിക്കുക. ചെറിയ റോട്ടിൽ കേട്ടോ, ഞാനിപ്പോൾ മെയിൻ റോട്ടിലൊന്നും പോയിട്ടില്ല. ഒന്ന് സെറ്റായിട്ട് മാത്രം മെയിൻ റോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നാലിലൂടെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നാടിൻ്റെ പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ടിട്ട് കുപ്പികളിൽ സംസം വെള്ളം നിറച്ച് വെക്കും. അമ്മ ഉമ്രക്ക് പോയി വന്നിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. പഴയ സാധനമെല്ലാം പഴയ കുപ്പി പാട്ട ഉറക്കാൻ വന്നിരിക്കുന്നു. ഇതാ അഹിയാനലി ആക്രി കച്ചവടക്കാരൻ വന്നിട്ടുണ്ട്. അവന്റെ പഴയ ജനിച്ചപ്പം മുതലുള്ള കുൽക്കട്ടൊക്കെ ഉണ്ടാവില്ലേ. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അല്ല കൊണ്ടേ കളഞ്ഞേ. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. നല്ല കിൽക്കട്ട ചെറുപ്പത്തിലെ കുഞ്ഞായിരിക്കുമ്പോളെ. ഇത് 4 മാസം ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ 3 കളർ ഒരേപോലത്തെ ഉണ്ടായിരുന്നു പൂച്ച. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കുഞ്ഞായിരിക്കുമ്പോളെ എന്നെ കണ്ണിനെ മറ്റേ സാധനം ഇട്ട് കൊടുത്താൽ മതി. കണ്ണൂട്ടെ കണ്ണൂട്ട് മന്ത്രിക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട്. മന്ത്രിക്ക് സ്വീകരണം. മന്ത്രി വന്ന്. ഏത് പാർട്ടിന്റെ മന്ത്രി വന്ന്? കൊറേ ഉണ്ടല്ലോ. ആ പഠിച്ചോര് 100 റുപ്യന്റെ നോട്ടാ. 200 ഉണ്ടാ. റോക്കറ്റാ 200 മാല നോട്ട് മാല ഇട്ട് നമ്മളെ വിശിഷ്ടാതിഥിയായ മന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്നു. കൈയടിക്കുവിൻ. നിനക്ക് ഈ നീല കളറല്ലേ ഇഷ്ടം? ഇത് നീ എടുത്തോ. ഇത് എനിക്ക് തന്നെ. ഈ ഓറഞ്ച് എനിക്ക് തന്നെ. അത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല ഇതിനെ കൊണ്ട്. നീ ആരാക്കി തരൂ? ഷോപ്പിൽ നിന്നെ പറ്റിക്കൂ. ആടാക്കി തരുമൊന്നുമില്ല. ഞാൻ ആക്കി തരുന്നതിൻ്റെ കൂലി
ഇങ്ങനത്തെ 2 തന്നാൽ മതി. എന്നാ ഈ 1 തന്നാൽ മതി, ഓറഞ്ച്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഈ ഓറഞ്ച് കളർ പെണ്ണുങ്ങളെ കളർ എന്നല്ലേ നീ പറയാ. അപ്പം ഈ കളർ എനിക്ക് ബാക്കിയൊക്കെ നീ എടുത്തോ. ഞാൻ നാട്ടിലേക്ക് വരുന്ന എല്ലാ സമയത്തും ഇതേപോലെ ഞാൻ ഈ വർഷം നാട്ടിലേക്ക് വന്നപ്പോഴൊക്കെ ഇതേപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോരുന്ന സമയത്ത് മഴയൊക്കെ പോയി, വെയിലൊക്കെ ആയിരുന്നു. ഞാൻ വന്ന ആ ടൈമിൽ തിരിച്ചു പോകുന്ന സമയത്ത് കേട്ടോ, ഞാൻ നാട്ടിലേക്ക് വരുന്ന ടൈമിലൊക്കെ ഇപ്രാവശ്യം ഇതേപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നല്ല മഴയായിരുന്നു. എന്നിട്ടും പോരായിട്ട് നമ്മൾ മഴ കാണാൻ മൂന്നാറിലേക്കും അവിടെ ഇവിടെയൊക്കെ പോയി. അപ്പോൾ മഴ നല്ല പോലെ ആസ്വദിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് പോരാനായപ്പോൾ മഴയൊക്കെ കുറഞ്ഞു. പിന്നീട് അങ്ങോട്ട് മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ ഇതേപോലെ രണ്ടാമത് വരുന്ന സമയത്ത് ഇതേപോലെ അറഞ്ചം പുറഞ്ചം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നാട്ടിലെ മറ്റൊരു നല്ല വീഡിയോ